പാറൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ നോക്കിയാലോ? ഒരു ബൗളിലോട്ട് ഒരു അരക്കപ്പിൽ താഴെ വിപ്പിംഗ് ക്രീം എടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ അത്രയും സ്റ്റിഫായിട്ട് വരേണ്ട ആവശ്യമില്ല. ഈ പരുവം എത്തുമ്പോൾ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ആക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആയിക്കോളും. ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി ഞാനിത് 1 kgയുടെ ഒരു ഡ്രീം കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു 1 കിലോയുടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പോഞ്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പിൽ മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗനാഷും കൂടെ മിക്സ് ചെയ്തൊരു മിക്സാണ്. അത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തേച്ച് സെറ്റാക്കാം. ഇതിനി ചെറിയതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ബദാമും കുറച്ച് ഹേസൽനട്ടും കൂടെ മിക്സ് ചെയ്താണ് ഇതിലോട്ട് ഇടുന്നത്. ഇത് 10 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം പുറത്തെടുത്ത ശേഷം ഇത് ബെൽജിയൻ ചോക്ലേറ്റ് 1/2 കപ്പും 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പിൽ കൂടുതൽ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് ഗനാഷാണ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ലെവലാക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഫ്രീസറിലോട്ട് വയ്ക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് ഒരു 1/4 കപ്പ് എടുത്ത് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് ലെവൽ ചെയ്യാം. തിൻ ലെയറായിട്ട് ഒഴിച്ചാൽ മതി. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ആക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് സമയത്തിന് മുമ്പ് പുറത്തെടുത്ത് ലൈറ്റ് കൊക്കോ പൗഡറാണ് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ അരിപ്പയിൽ കൂടെ അരിച്ചിടുന്നത്. ഈ രീതിയിലൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അരിച്ചിടാം. ഇതൊരു ഓർഡർ കേക്കാണ്. അപ്പോൾ അതിൽ നെയിം വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒരു വൈറ്റ് ചോക്ലേറ്റിൽ മോഡിലൊഴിച്ച് ലെറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് സ്പൂണൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.